നമസ്കാരം. എഞ്ചിനീയറിംഗ് കരിയറുമായി ബന്ധപ്പെട്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നമ്മൾ സംസാരിച്ച വിഷയം വ്യത്യസ്തങ്ങളായിട്ടുള്ള എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളെക്കുറിച്ചും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചുമായിരുന്നു. പക്ഷെ പലപ്പോഴും ഇപ്പോഴും ആളുകളൊക്കെ പറയുന്ന, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്, എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഒരുപാട് ആളുകൾ വെറുതെ ഇരിക്കുന്നു. എഞ്ചിനീയറിംഗ് എന്നുള്ളൊരു കരിയറുമായി ബന്ധപ്പെട്ട് ജോലി സാധ്യത വളരെ കുറവാണ് പുതിയ കാലത്ത്. അല്ലെങ്കിൽ എഞ്ചിനീയർമാർ മുഴുവൻ പണിയിട്ടാതെ നാട്ടിൽ അലഞ്ഞു നടക്കുകയാണ് തുടങ്ങിയ രീതിയിലുള്ള പല പരാമർശങ്ങൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും കമ്പനികളൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് ക്വാളിഫൈഡ് ആയ എഞ്ചിനീയേഴ്സിന് കിട്ടുന്നില്ല എന്നുള്ള കാര്യം. നമ്മൾ നേരത്തെ വീഡിയോകളിൽ ആ കാര്യം സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പുതിയ കാലത്തെ എഞ്ചിനീയർമാരുടെ യഥാർത്ഥത്തിലുള്ള പണി എന്താണ് ഒരു എഞ്ചിനീയർക്ക് ചെയ്യാനുള്ളത്, അതല്ലെങ്കിൽ ഫ്യൂച്ചർ എഞ്ചിനീയേഴ്സ് എന്ത് സ്കില്ലുകളാണ് ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ഫ്യൂച്ചർ എഞ്ചിനീയേഴ്സ് ഏതൊക്കെ മേഖലകളിലാണ് ജോലി സാധ്യതകൾ ഉള്ളത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായൊരു ധാരണ നൽകാനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ പല ഡിസിപ്ലിൻസിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുകളൊക്കെ പലപ്പോഴും വെറുതെ ജോലി ഇല്ലാതെ നടക്കുന്നതും, പല നോൺ എഞ്ചിനീയറിംഗ് ആയിട്ടുള്ള ജോലികളിലേക്ക് മൂവ് ചെയ്യുന്നതും, PSC ടെസ്റ്റ് എഴുതിയിട്ട് മറ്റ് പല LDC UDC ക്ലർക്കുകളായിട്ട് വർക്ക് ചെയ്യുന്നതും, അല്ലെങ്കിൽ ബാങ്ക് ടെസ്റ്റ് എഴുതി ബാങ്ക് മാനേജർമാരായിട്ട് വർക്ക് ചെയ്യുന്നതൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. പക്ഷെ ഒരു എഞ്ചിനീയർ എന്നുള്ള ഒരു പൊസിഷൻ്റെ ഒരു പ്രൊഫഷണലിസം ഉള്ള, അല്ലെങ്കിൽ വളരെ സ്പെസിഫിക് ആയ ഒരു പ്രൊഫഷണൽ കോഴ്സ് എന്നുള്ള രീതിയിൽ എഞ്ചിനീയറിങ്ങിനെ സമീപിക്കുന്ന, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ എന്നുള്ള രീതിയിൽ പ്രൗഡായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വളരെ കുറച്ചുള്ളൂ എന്നുള്ളതാണ് തോന്നുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹത്തോടു കൂടി പലപ്പോഴും എഞ്ചിനീയറിംഗ് കോഴ്സിന് ജോയിൻ ചെയ്തിട്ടും പിന്നീട് അത്തരത്തിൽ എത്തിച്ചേരാൻ പറ്റാത്ത ആളുകളാണ് കൂടുതലുള്ളത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഭാവി എഞ്ചിനീയറിംഗ് സാധ്യതകളെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ എന്നുള്ള രീതിയിൽ നമ്മൾ എവിടെ എന്ത് ജോലി ചെയ്യാനാണ് നമ്മൾക്കുള്ളത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ധാരണക്കുറവ് കൊണ്ടാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ പുതിയ കാലത്തെ ഫ്യൂച്ചർ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജോലികൾ എന്തൊക്കെയാണ്, ഏതൊക്കെ മേഖലകളാണ് പുതിയ കാലത്തെ എഞ്ചിനീയർമാർക്ക് തുറന്നിട്ടിരിക്കുന്നത്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. UK ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ടുമോറോസ് എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. ഒരു NGO ഒക്കെ പോലെ, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ എഞ്ചിനീയേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് UK ബേസ്ഡ് ആയിട്ടുള്ള. അവരുടെ വെബ്സൈറ്റിൽ നിന്നുള്ളൊരു പ്രസൻറ്റേഷനാണ് ഞാൻ കാണിക്കുന്നത്. എഞ്ചിനീയർ യുവർ ഫ്യൂച്ചർ എന്നുള്ളതാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇതിൽ പുതിയ കാലത്തെ എഞ്ചിനീയർമാർക്കുള്ള ജോലികൾ എന്തൊക്കെയാണ്, ഏതൊക്കെ മേഖലകളാണ് എഞ്ചിനീയറിംഗ് തുറന്നിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് പുതിയ കാലത്ത് നമുക്ക് ഒരു എഞ്ചിനീയർ എന്നുള്ള രീതിയിൽ വളരെ പ്രൗഡ് ഫീലോട് കൂടി നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന മേഖലകൾ എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് എഞ്ചിനീയറിംഗ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊരു എഞ്ചിനീയറിംഗ് കോഴ്സിന് പോകുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവേണ്ടതുണ്ട്. സാധാരണ പറയാറുണ്ട്, എഞ്ചിനീയേഴ്സ് മേക്സ് തിങ്സ് ദാറ്റ് വർക്ക് ആൻഡ് ദേ മേക്ക് തിങ്സ് വർക്ക് ബെറ്റർ എന്നുള്ളത് ഒരു വിഖ്യാതനായിട്ടുള്ള ഒരു പ്രൊഫസറുടെ ഒരു വാക്കാണത്. എഞ്ചിനീയേഴ്സ് പുതിയ കാര്യങ്ങൾ നിർമ്മിക്കുകയും നിലവിലുള്ള കാര്യങ്ങളെ അത് ഏറ്റവും ബെറ്ററായ രീതിയിൽ അതിനെ പുനർനിർമ്മിക്കപ്പെടുന്ന ആളുകളാണെന്നുള്ളത്. പലപ്പോഴും ശാസ്ത്രജ്ഞന്മാർ മനസ്സിൽ സ്വപ്നം കാണുന്ന, അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യുന്ന, അല്ലെങ്കിൽ അവർ സയൻറ്റിഫിക് ആയിട്ട് ചെയ്യുന്ന ഡിസ്കവറീസിനൊക്കെ പ്രായോഗികമായിട്ട് ആളുകൾക്ക് ഉപകാരമുള്ള രീതിയിലുള്ള പ്രൊഡക്റ്റുകളാക്കി മാറ്റുന്നത് പലപ്പോഴും എഞ്ചിനീയേഴ്സാണ്. നമ്മളിന്ന് യൂസ് ചെയ്യുന്ന എല്ലാ സംഗതികളും, അത് മൊബൈൽ ആപ്ലിക്കേഷൻസ് മുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ ഓട്ടോമൊബൈൽ ഡിവൈസുകൾ മുതൽ സോളാർ പാനൽസ് മുതൽ നമ്മുടെ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ സംഗതികൾക്കും പിന്നിൽ, നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റുകൾക്കും പിന്നിൽ ഒരു എഞ്ചിനീയറിംഗ് മാർവൽ, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിസ്കവറി, ഒരു എഞ്ചിനീയറിംഗ് ഇന്നോവേഷൻ അതിൻ്റെയൊക്കെ പിന്നിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതൊക്കെ ഡിസൈൻ ചെയ്യുന്ന, അതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന, അതൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന എഞ്ചിനീയർമാർക്കും കൃത്യമായിട്ടൊരു സ്പേസ് നമ്മുടെ ലോകത്തുണ്ട്. പക്ഷെ അതിനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതിൽ എവിടെയോ ചില മിസ്സിങ് നമുക്ക് സംഭവിച്ചു പോകുന്നു എന്നുള്ളതാണ് അതിലൊരു റിയാലിറ്റി എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഒരു വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഒരു ഏരിയകളെ കുറിച്ച് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഏതൊക്കെ ഏരിയകളിലാണ് ഒരു എഞ്ചിനീയർക്ക് കൃത്യമായ കയ്യൊപ്പുകൾ വെക്കാൻ കഴിയുന്നത് എന്നുള്ളത്. എന്തുകൊണ്ട് എഞ്ചിനീയറിംഗ് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ചില ഉത്തരങ്ങൾ അതിലുണ്ട്. നമ്മൾ ലോകത്തിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ചില ജോബുകളെ കുറിച്ച് നമ്മൾ നോക്കാം. ഉദാഹരണമായിട്ട് നമ്മൾ പറയാം, നമ്മൾ ഇന്നും നമ്മളെ ലോകത്ത് പവർ സോഴ്സുകളെ കുറിച്ചുള്ള സംഗതി, സസ്റ്റൈനബിൾ പവർ സോഴ്സുകൾ എന്നുള്ളത് ഇന്നും ഒരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു റിയാലിറ്റിയാണ്.
പലപ്പോഴും നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന ഫോസിൽ ഫ്യൂവൽസിന് പകരം കൃത്യമായിട്ട് സസ്റ്റൈനബിൾ ആയിട്ടുള്ള സുസ്ഥിരമായിട്ടുള്ള പവർ സോഴ്സുകൾ കണ്ടെത്തുക എന്നുള്ളത്. അപ്പോൾ അത് ശരിക്കും പുതിയ കാലത്ത് എഞ്ചിനീയറിംഗിൽ ഒരു വളർന്നു വരുന്ന ഒരു ഏരിയയാണ്. അതുപോലെ ഭക്ഷണം എന്നുള്ളത്, നമുക്കൊക്കെ ജീവിക്കാൻ ഭക്ഷണം വേണം, കഴിക്കാനുള്ള ഭക്ഷണം വേണം, ശുദ്ധമായിട്ടുള്ള വെള്ളവും ശുദ്ധമായിട്ടുള്ള വായുവും വേണം, കൃത്യമായിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡും വളരെ ക്ലീൻ ആയിട്ടുള്ള എയറും വാട്ടറും ഒരു ബേസിക് ആയിട്ടുള്ളൊരു നീഡാണ്. അപ്പോൾ കൃത്യമായിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന, അതിന് എയറിനെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന, വാട്ടർ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന എഞ്ചിനീയറിംഗ്, കൃത്യമായി നമുക്ക് വേണ്ട ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എഞ്ചിനീയറിംഗ്, അതൊക്കെ പുതിയ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില മേഖലകളാണ്. പിന്നീട് നമ്മുടെ നാട്ടിലൊക്കെ ഇന്നും വിശപ്പ്, പട്ടിണി എന്ന് പറയുന്ന ഒരു റിയാലിറ്റി തന്നെയാണ് പുതിയ ലോകത്ത്. അതിനെ നമ്മൾ ടാക്കിൾ ചെയ്യാൻ വേണ്ട എഞ്ചിനീയറിംഗ് സൊല്യൂഷൻസ് എന്തൊക്കെയാണ്? ലോകത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഏജിങ് ആയിട്ടുള്ള പോപ്പുലേഷനിൽ നമ്മൾ കൃത്യമായിട്ട് വളർച്ച എന്നുള്ളത് നമ്മുടെ ലൈഫ് സ്പാൻ അനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ ആയുസിനനുസരിച്ച് കൃത്യമായിട്ടുള്ള ക്വാളിറ്റി ഓഫ് ലിവിങ് ഉറപ്പുവരുത്താൻ വേണ്ട കാര്യങ്ങൾ, അത് എഞ്ചിനീയറിംഗിൻ്റെ പുതിയ കാഴ്ചപ്പാടുകളിൽപ്പെട്ട സംഗതിയാണ്. കൃത്യമായിട്ടുള്ള വൈൽഡ് ലൈഫിനെയും ഓഷനെയും പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള എഞ്ചിനീയറിംഗ്, സസ്റ്റൈനബിൾ ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് എന്നുള്ളത് പുതിയ കാലത്ത് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട സംഗതിയാണ്. നമ്മളൊക്കെ ജീവിക്കുന്ന ഒരു വേൾഡ് വളരെ കണക്റ്റഡ് ആയിട്ടുള്ളൊരു വേൾഡാണ്. നമ്മളൊക്കെ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതിൽ നിന്ന് മാറി ഇന്റർനെറ്റ് ഓഫ് എവറിത്തിങ് എന്നുള്ളൊരു രീതിയിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു സംഗതി. കോവിഡ് ഒക്കെ വന്ന സമയത്ത് നമുക്കറിയാം പാൻഡമിക്സിന് എത്രത്തോളം ടെക്നോളജി നമ്മളെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളത്. ബയോടെക്നോളജിയിലുള്ള അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ടെക്നോളജീസിലുള്ള ഒരുപാട് അഡ്വാൻസ്മെന്റ്സ് നമ്മളൊക്കെ ലൈഫിൽ ഉപയോഗിച്ച ആളുകളാണ്. അപ്പോൾ അതിലൊക്കെ കൃത്യമായ സാധ്യതകൾ എഞ്ചിനീയറിംഗ് എന്നുള്ളൊരു ഡിസിപ്ലിൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റിയാലിറ്റിയാണ്. പക്ഷെ അത്തരത്തിലുള്ള എഞ്ചിനീയറിംഗ് കരിയറുകളിലേക്ക് എത്തിച്ചേരാൻ എന്തോ ചില ലിമിറ്റേഷൻസ് നമ്മൾ പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാരണം. അതെന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി അതിനുള്ള പരിഹാരം കണ്ടു കഴിഞ്ഞാൽ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് കരിയേഴ്സിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എഞ്ചിനീയർമാർ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. പുതിയ ഐഡിയകളെ പുതിയ ഡിസൈനുകളാക്കി മാറ്റുക, അത്തരം ഡിസൈനുകളിൽ നിന്ന് പുതിയ പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യുക, ആ പ്രൊഡക്റ്റുകൾ എൻ്റയർ ഹ്യൂമാനിറ്റിക്ക് മുഴുവൻ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ നമ്മളെ നാട്ടിൽ അതിൻ്റെ ഒരു വിതരണവും ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്താം. അപ്പോൾ ഇത്തരത്തിൽ ഒരു എഞ്ചിനീയേഴ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു നല്ലൊരു എഞ്ചിനീയർ എന്നുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായി പറയാൻ പറ്റും. ഇതാണ് ശരിക്കും നമുക്ക് വേണ്ട ഒരു എഞ്ചിനീയറിംഗ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സംഗതികൾ. ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രോബ്ലം സോൾവേഴ്സ് ആയിരിക്കും നല്ല എഞ്ചിനീയേഴ്സ്. പലപ്പോഴും ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന എഞ്ചിനീയേഴ്സ് ഉണ്ട്. അവരൊരു എർത്ത് വരുന്ന സമയത്ത് അല്ലെങ്കിൽ വാർ ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് വാർ ഒരു എൻവയോൺമെൻറ്റിൽ ജീവിക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നാച്ചുറൽ കലാമിറ്റീസ് വന്നു കഴിഞ്ഞാൽ അതിന് വളരെ മനോഹരമായിട്ട് റീസ്ട്രക്ചർ ചെയ്തിട്ട് റീകൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ള സംഗതി. ഇപ്പോൾ ഈ ഫ്ലഡിനൊക്കെ ശേഷം കേരളത്തിൽ വന്ന ഒരു ക്യാമ്പയിൻ റീബിൽഡ് കേരള എന്നുള്ളൊരു സംഗതിയൊക്കെ, അതൊക്കെ കൃത്യമായ ആസൂത്രണത്തോട് കൂടിയിട്ട് കൃത്യമായ എഞ്ചിനീയേഴ്സ് ചെയ്തിട്ടുള്ള ഒരു വർക്കിൻ്റെ റിസൾട്ടാണ് നമ്മൾ അന്ന് കണ്ടതും ഇന്നും നമ്മൾ അതിൻ്റെ ഗുണം ഉപയോഗിക്കുന്നതൊക്കെ. പിന്നെ കൃത്യമായിട്ട് നമ്മൾ ഒരു എക്സലന്റ് ടീം പ്ലെയർ ആവുക, കൃത്യമായിട്ട് നമ്മൾ ടീമിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളത്, ലോജിക്കലായിട്ടുള്ള തിങ്കിങ്ങും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള തോട്ടുകളെ നമ്മൾ കണക്ട് ചെയ്തിട്ട് അതിലൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് നമ്മളെ പ്രശ്നങ്ങൾക്ക് കണ്ടെത്തുക എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് പലപ്പോഴും ഒരു നല്ല എഞ്ചിനീയർക്ക് ഉണ്ടാവേണ്ട സ്കില്ലുകൾ, അതായത് ഒരു സോഫ്റ്റ് സ്കില്ലുകൾ എന്ന് പറയുന്നത് ബിയോണ്ട് അവരുടെ ടെക്നിക്കൽ ആയിട്ടുള്ള നോളജിനേക്കാളും അപ്പുറത്തേക്ക്. പുതിയ കാലത്ത് നമുക്കറിയാം അപ്ഡേഷൻസ് ഉള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. പലപ്പോഴും നമ്മളെ കുട്ടികളൊക്കെ എഞ്ചിനീയറിംഗ് എന്നുള്ളൊരു കരിയറിൽ പിന്നോട്ട് പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കറണ്ട് ടെക്നോളജി എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ള ധാരണ ഇല്ലായ്മയാണ്. കൃത്യമായിട്ട് ഇൻഡസ്ട്രിയിൽ ഇന്ന് എന്താണ് നടക്കുന്നത്, ഇപ്പോൾ കെമിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാൾ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രിയിൽ എന്ത് സംഭവിക്കുന്നു, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാൾ കൃത്യമായി ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിയിൽ എന്ത് മാറ്റങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ധാരണക്കുറവ് പലപ്പോഴും നമ്മൾ മാർക്കറ്റിൽ നിന്ന് നമ്മളെ തള്ളപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് മാറുന്നുണ്ട്. ഇനി എന്തുകൊണ്ട് നമ്മൾ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്ത് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൽ വന്ന സംഗതിയാണ്. നമ്മളൊരു കൃത്യമായ ഒരു പ്രൊഫഷണൽ കരിയർ എന്നുള്ള രീതിയിൽ നമുക്ക് വളരാം എന്നുള്ളത്, നമ്മൾ എത്രത്തോളം സ്കിൽഡായ എഞ്ചിനീയർ ആണോ അത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് മുമ്പിലുണ്ട് എന്നുള്ളത്, വളരെ ക്രിയേറ്റീവായിട്ടൊരു എൻവയോൺമെൻറ്റ് നമ്മളെ മുമ്പിൽ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളത്, പ്രത്യേകിച്ച് അതിനൊരു അണൻഡിങ് ആയിട്ടുള്ള പോസിബിലിറ്റീസ്, എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കരിയർ ചോയ്സ് ആണ് എന്നുള്ളത്. പക്ഷേ ഇത്രമാത്രം എക്സൈറ്റിംഗ് ആയിട്ട് പോലും നമ്മുടെ നാട്ടിൽ എത്രയോ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് പണിയില്ലാതെ നടക്കുന്നു എന്നുള്ളത് വളരെ ഒരു പ്രയാസമുള്ള സംഗതി തന്നെയാണ്. അതിനുള്ള സൊല്യൂഷനാണ് നമ്മൾ പറയുന്നത്. കൃത്യമായ ഒരു എഞ്ചിനീയറുടെ ജോലി എന്താണെന്നുള്ളതും കൃത്യമായ ഒരു എഞ്ചിനീയർക്ക് എന്താണ് സൊസൈറ്റിയിൽ ചെയ്യാനുള്ളത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിന് വേണ്ട സോഫ്റ്റ് സ്കില്ലുകളും അതിന് വേണ്ട ടെക്നിക്കൽ സ്കില്ലുകളും നമ്മൾ അക്വയർ ചെയ്യുക എന്നുള്ളതാണ്.
നമ്മളിനി കാണാൻ പോകുന്നത് നേരത്തെ പറഞ്ഞ ഒരു കോർ തീമായിട്ടുള്ള വാട്ട് വിൽ എഞ്ചിനീയറിംഗ് ജോബ്സ് ലുക്ക് ലൈക്ക് ഇൻ ദ കമ്മിങ് ഫ്യൂച്ചർ. നാളത്തെ ലോകത്തിൽ, ഈ പുതിയ ലോകത്ത് എന്താണ് ഒരു എഞ്ചിനീയറിംഗ് ജോബുകളുടെ നേച്ചർ എന്നുള്ളത്, അല്ലെ ഏതൊക്കെ മേഖലയിലാണ് നമ്മൾ കൃത്യമായ അടയാളപ്പെടുത്തലുകൾ ഒരു എഞ്ചിനീയർക്ക് നടത്താനുള്ളത് എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒന്ന് രണ്ട് എക്സാമ്പിൾസിലൂടെ നമുക്കത് പറഞ്ഞു പോകാം. ഒന്നാമത്തെ സംഗതി ഇപ്പോൾ പവർ റിക്വയർമെന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞൊരു സംഗതിയാണ്. പുതിയ കാലത്ത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് പവർ. അതിന് കൃത്യമായിട്ട് സസ്റ്റൈനബിൾ ആയിട്ടുള്ള പവർ സോഴ്സുകൾ നമ്മൾ കണ്ടെത്തുക, റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സുകൾ നമ്മൾ കണ്ടെത്തുക എന്നുള്ളത്. ഇപ്പോൾ ലോ കാർബൺ ഇക്കോണമി, അതായത് കാർബൺ എമിഷൻ വളരെ കുറഞ്ഞ ഒരു അറ്റ്മോസ്ഫിയർ നമ്മുടെ സറൗണ്ടിങ്സിലൂടെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പ്രത്യേകിച്ച് ലോ കാർബൺ പവർ അതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് റിസർച്ചുകൾ പുതിയ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. പവർ ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള, സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട്, എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് വന്നൊരു സംഗതിയാണ് ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ. ഇപ്പോൾ ഇലക്ട്രിക് കാറുകൾ നമ്മുടെ നാട്ടിലും സജീവമായിട്ട് വന്ന് തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്നുള്ളത് കാർബൺ എമിഷൻ വളരെ കുറക്കാൻ പറ്റും എന്നുള്ളത്. പെട്രോളിയം ഫ്യൂവൽസിനെ ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ നമുക്ക് ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്തിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന വെഹിക്കിൾസും കാര്യങ്ങളൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. മറ്റൊരു ഏരിയ ആണ് പ്രത്യേകിച്ച് ക്രിയേറ്റീവ് ഡിജിറ്റൽ ഏരിയ എന്നുള്ളത്. പലപ്പോഴും നമ്മളറിയാം പുതിയ കാലത്ത് ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെ, വിർച്വൽ റിയാലിറ്റിയുടെ, കോഡിങ്ങിൻ്റെ ഒരുപാട് സാധ്യതകൾ നമ്മൾ ഫിലിംസിലും ഗെയിംസിലും പ്രത്യേകിച്ച് അഡ്വർടൈസ്മെൻറ്റിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം അഡ്വർടൈസിങ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ മൾട്ടിമീഡിയ ഇൻഡസ്ട്രി എന്നുള്ളത് ഒരുപാട് എഞ്ചിനീയറിംഗ് സാധ്യത ഓപ്പൺ ചെയ്യുന്ന ഒരു മേഖലയാണ്. അവിടെ ഒരു സൗണ്ട് എഞ്ചിനീയറിംഗ് മുതൽ സൗണ്ട് മിക്സിങ്ങിൻ്റെ പാർട്ട് മുതൽ നമ്മൾ ഇമാജിനിയർ പൊസിഷൻ മുതൽ, ഇപ്പം ഡിസ്നി പ്രൊഡക്ഷൻസിലൊക്കെ, ഡിസ്നി വേൾഡ് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, മിക്കി മൗസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആ കമ്പനി, അവിടെ ഉള്ള ഒരു എഞ്ചിനീയറുടെ ഒരു ഏറ്റവും ഹൈപ്പേഡ് ആയിട്ട് ജോലി കിട്ടുന്ന ഒരു പൊസിഷൻ, ഒരു എഞ്ചിനീയർ പൊസിഷനാണ് മിക്കി മൗസിനൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഡിസ്നി പ്രൊഡക്ഷൻസിനുള്ള ഇമാജിനിയർ എന്നുള്ളൊരു പൊസിഷൻ. ഇമാജിൻ ചെയ്യുക, കൃത്യമായിട്ട് ചില ക്യാരക്ടേഴ്സിനെ ഇമാജിൻ ചെയ്ത് അതിനെ വിഷ്വലൈസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സായിട്ട് അതിനെ മാറ്റുന്ന ഒരു ജോബ് എന്നുള്ളത്. ഇപ്പോൾ ഫിലിംസിലും ഗെയിംസിലും ഒക്കെ ഇത്തരം വിഷ്വൽ എഫക്റ്റുകൾ വളരെ കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ സ്കില്ലുള്ള എഞ്ചിനീയേഴ്സിനെ വളരെ ഡിമാൻഡിങ് ആയിട്ട് പുതിയ കാലത്ത് ഓപ്പൺ ചെയ്യുന്ന ഒരു മേഖലയാണ്. മറ്റൊരു ഏരിയ ആണ് നമ്മൾ ലൈഫ് സയൻസുമായി ബന്ധപ്പെട്ട ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, മെഡിക്കൽ ഹെൽത്ത് കെയർ ടെക്നോളജി തുടങ്ങിയ ഏരിയകളൊക്കെ. ഇപ്പോൾ COVID-19 പാൻഡമിക് വന്നതിന് ശേഷം നമ്മളെ ലോകത്ത് മുഴുവൻ വളരെ വലിയൊരു ഹ്യൂജ് ചേഞ്ച് അല്ലെങ്കിൽ ഹ്യൂജ് റെവല്യൂഷൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിലും മെഡിക്കൽ ടെക്നോളജിയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം, നമ്മളിപ്പം പനി അളക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പനീൻ്റെ ടെമ്പറേച്ചർ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മുമ്പൊക്കെ നമ്മൾ തെർമോമീറ്റേഴ്സ് യൂസ് ചെയ്തു. മെർക്യൂറി തെർമോമീറ്ററിന് ഇപ്പോൾ നമ്മളൊക്കെ വീട്ടിൽ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് പെട്ടെന്ന് വാങ്ങാൻ കിട്ടുന്ന ഒരു 200 രൂപയോ 300 രൂപയോ കൊടുത്താൽ കിട്ടുന്ന ഡിജിറ്റൽ തെർമോമീറ്റേഴ്സ് അവൈലബിൾ ആണ്. പൾസ് ഓക്സിമീറ്ററുകൾ വളരെ വ്യാപകമായിട്ട് നമ്മുടെ നാട്ടിൽ പ്രചരിച്ചത് പോസ്റ്റ് കോവിഡിന് ശേഷമുള്ള ഒരു പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. SpO2 ലെവലൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പൾസ് ഓക്സിമീറ്ററുകൾ നമ്മളെ വീട്ടിൽ വാങ്ങി. അതിനൊക്കെ തുടർന്ന് പിന്നെ മെഡിക്കൽ ടെക്നോളജിയിലുണ്ടായ ഒരുപാട് മാറ്റങ്ങൾ. ലോ കോസ്റ്റ് ആയിട്ടുള്ള വെന്റിലേറ്റിംഗ് മെഷീനുകൾ വളരെ പെട്ടെന്ന് വന്നു. ലോ കോസ്റ്റ് ആയിട്ടുള്ള ഓക്സിജൻ പ്ലാന്റുകൾ വളരെ പെട്ടെന്ന് വന്നു. അപ്പോൾ ഒരു പിന്നെ ലൈഫ് സയൻസുമായി ബന്ധപ്പെട്ടിട്ട് നിലവിൽ നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ടെക്നോളജീസ് വന്നു. കൃത്യമായ നമ്മളെ ബോഡി ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കോവിഡിൻ്റെ സമയത്തൊക്കെ തെർമൽ സ്കാനറുകൾ വ്യാപകമായിട്ട് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ള ഒരു ടച്ച് ചെയ്തിട്ടുള്ള ഇൻസ്ട്രുമെൻസിന് പകരം ടച്ച് ചെയ്യാത്ത രീതിയിൽ ഡിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ IR സെൻസേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള തെർമൽ സ്കാനറുകൾ ഒരുപാട് നമ്മുടെ നാട്ടിൽ വന്നു. അതൊക്കെ നിലവിലുള്ള ടെക്നോളജിയുടെ പുതിയ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളർന്നു വന്നിട്ടുള്ള മേഖലകളാണ്. ഇപ്പോൾ ബയോമെഡിക്കൽ മേഖലയിലും ഹെൽത്ത് സെക്ടറിലൊക്കെ കൃത്യമായിട്ട് സാധ്യതകൾ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ പുതിയ കാലത്ത് ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊരു ഏരിയയാണ് ബിഗ് ഡാറ്റ അനാലിസിസ്. നമുക്കറിയാം പുതിയ കാലത്ത് ഡാറ്റ സയൻസ് എന്നുള്ളത് വളരെ ഗ്രോയിങ് ആയിട്ടുള്ള, എമേർജിങ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. മിക്കവാറും നമ്മൾ ഫേസ്ബുക്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കമ്പനികളുടെ, പ്രൈവറ്റ് കമ്പനികളാണെങ്കിലും പബ്ലിക് സെക്ടർ കമ്പനികളാണെങ്കിലും ഒക്കെ അവരുടെ ഡാറ്റ സയൻസ് കോഴ്സുകൾ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ IBMൻ്റെ ഡാറ്റ സയൻസ് കോഴ്സുകൾ, മൈക്രോസോഫ്റ്റിൻ്റെ ഡാറ്റ സയൻസ് കോഴ്സുകൾ, ഇന്റൽ കോർപ്പറേഷൻ്റെ ഡാറ്റ സയൻസ് കോഴ്സുകൾ, അതുപോലെ തന്നെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായി ടൈപ്പ് ചെയ്തിട്ടുള്ള ഡാറ്റ സയൻസ് പ്രോഗ്രാമുകൾ. ഇപ്പോൾ IISc ബാംഗ്ലൂരിനെ, കേരളത്തിൽ IIT പാലക്കാടുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള ഒരുപാട് ഡാറ്റ സയൻസ് പ്രോഗ്രാമുകൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഡാറ്റ ഹാൻഡിൽ ചെയ്യുന്നതിലും അതിനെ പ്രോസസ്സ് ചെയ്യുന്നതിലും അതിനെ അനലൈസ് ചെയ്യുന്നതിലും അതിലൂടെ പുതിയ പ്രൊഡക്റ്റുകളെ, പുതിയ ഏരിയകളെ എക്സ്പ്ലോർ ചെയ്യുന്നതിലൊക്കെ ബിഗ് ഡാറ്റ അനാലിസിസുമായി ബന്ധപ്പെട്ടിട്ട് പുതിയൊരു എമേർജിങ് കരിയറായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് AI-യും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന മെഷീൻ ലേണിങ്ങും ഇൻ്റർനെറ്റ് ഓഫ് തിങ്സും അതിൽ നിന്ന് മാറി ഇൻ്റർനെറ്റ് ഓഫ് എവറിതിങ്സും ഒക്കെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്.
മറ്റൊരു ഏരിയയാണ് സ്മാർട്ട് അഗ്രികൾച്ചർ എന്നുള്ളത്, അല്ലെങ്കിൽ അഗ്രികൾച്ചർ ടെക്നോളജീസ് എന്നുള്ളത്. പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു പഴയ കാലത്തൊക്കെ കൃഷി എന്നുള്ളത് ഒരു ഓൾഡ് കരിയറും എഞ്ചിനീയറിംഗ് എന്നുള്ളൊരു ന്യൂജൻ കരിയറൊക്കെ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ പുതിയ കാലത്ത് ഫ്യൂച്ചർ എഞ്ചിനീയേഴ്സ് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ശരിക്കും അഗ്രികൾച്ചറൽ എഞ്ചിനീയേഴ്സ് എന്നുള്ളത്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ വളരെ ചുരുങ്ങിയ കോഴ്സുകളെ എഞ്ചിനീയറിംഗ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൂ. ഇപ്പോൾ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് കോഴ്സ് മാറ്റി നിർത്തിയാൽ സീരിയസ് ആയിട്ട് ഒരു സ്മാർട്ട് പ്രൊഡക്ഷനോ സ്മാർട്ട് ക്രോപ്പ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. ഇപ്പോൾ കൃത്യമായിട്ട് സാറ്റലൈറ്റ് യൂസ് ചെയ്തിട്ട് റിമോട്ട് സെൻസിങ് വഴി നമ്മുടെ ക്രോപ്പ് പ്രൊഡക്ഷൻ അനലൈസ് ചെയ്യുന്നത് ഒരു ഏരിയയാണ്. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡിൻ്റെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രത്യേകിച്ച് ബയോടെക്നോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഏരിയ എമേർജിംഗ് ആയിട്ട് വരുന്നുണ്ട്. നിലവിലുള്ള പോപ്പുലേഷൻ ഗ്രോത്തിന് ആനുപാതികമായിട്ട് തന്നെ നമ്മളെ ക്രോപ്പ് പ്രൊഡക്ഷനും അതേപോലെ കൾട്ടിവേഷനും ഒക്കെ നടത്തുന്ന സംഗതി കൃത്യമായിട്ട് നമ്മളെ വിളകൾക്ക് അതിനുള്ള വെള്ളവും വളവും ലഭിക്കുന്നുണ്ടോ എന്ന് സ്മാർട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സെൻസേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. സോയിലിലെ മോയ്സ്ചർ കണ്ടന്റ് മെഷർ ചെയ്യാൻ പറ്റുന്ന സെൻസേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ഇത്തരത്തിലുള്ള സെൻസർ ടെക്നോളജി കൂടെ അഗ്രികൾച്ചർ ടെക്നോളജിന്റെ ഭാഗമായിട്ട് വരുന്നതോട് കൂടിയിട്ട് ഒരുപാട് വലിയ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് ആണ് ഈ ഒരു അഗ്രികൾച്ചർ റിസർച്ചിൽ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ടെക്നോളജീസിൽ വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു ഏരിയ കൂടുണ്ട് സ്മാർട്ട് ആയിട്ടുള്ള അഗ്രികൾച്ചറൽ മെഷീനറീസിന്റെ ഡെവലപ്മെന്റ്. നമ്മൾ സാധാരണ ഇപ്പോൾ ഫാമിങ്ങിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, പണ്ട് കാള പൂട്ടുന്ന സ്ഥാനത്ത് ഇന്ന് ട്രാക്ടർ വന്നു. അതുപോലെ പിന്നെ നെല്ല് കൊയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ പോകുന്ന സ്ഥാനത്ത് അതിന് ഇന്ന് മെഷീൻസ് വന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള മെഷീനറീസിന്റെ ഡെവലപ്മെന്റ് കൂടെ ഇതിന്റെ പാർട്ടായിട്ട് നടക്കുന്ന ഒരു ഏരിയയാണ് പുതിയ കാലത്ത്. മറ്റൊരു ഏരിയ ആണ് ഇന്നും നമ്മൾ സിവിൽ എഞ്ചിനീയറിങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞ പോലെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ സംഗതി. അത് കൺസ്ട്രക്ഷനിൽ നിന്ന് മാറി സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് കുറച്ചും കൂടെ ഡോമിനൻ്റ് ആയിട്ട് വരുന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ്. നമ്മൾ നിലവിൽ ആളുകൾക്ക് വേണ്ട ബേസിക് ആയിട്ട് ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ഹോസ്പിറ്റൽസ്, സ്കൂൾസ്, ബ്രിഡ്ജസ്, പിന്നെ അത്തരത്തിലുള്ള ബേസിക് നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ട കൺസ്ട്രക്ഷൻസും ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നു. അത് പഴയ കാലത്ത് നമ്മൾ കണ്ടിരുന്ന ഒരു ബിൽഡിംഗ് പണിയുക എന്നുള്ള അപ്പുറത്തേക്ക് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആർക്കിടെക്ചറുകൾ അതിൻ്റെ കൂടെ തന്നെ വരുന്നു എന്നുള്ളതാണ് പുതിയൊരു പ്രധാനപ്പെട്ട മാറ്റം എന്നുള്ളത്. മറ്റൊന്ന്, നമ്മളൊക്കെ നാട്ടിൽ ഇപ്പോൾ കാണുന്ന ഫാസ്റ്റ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, പെട്ടെന്ന് പിന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്. അപ്പോൾ മെറ്റീരിയൽ സയൻസിലുകൾക്ക് കൂടെ ലീഡ് ചെയ്യുന്ന രീതിയിലുള്ള കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട സിവിൽ അല്ലെങ്കിൽ സ്ട്രക്ചറലായിട്ടുള്ള എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു പുതിയ എമേർജിംഗ് ഏരിയയാണ് അഡ്വാൻസ്ഡ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി. അത് പ്രത്യേക പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ടിട്ട് ഓട്ടോമേഷനുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നമ്മൾ കാണുന്ന സംഗതിയാണ് കമ്പ്യൂട്ടറൈസേഷൻ. അതായത് നിലവിലുള്ള സംഗതിനെ ഓട്ടോമേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടെക്നോളജി. ഇപ്പം കൃത്യമായിട്ട് നമ്മളൊരു ഒരു കൊക്കക്കോള ഒരു ബോട്ടിൽ പ്ലാന്റിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബോയിങ്ങിൻ്റെ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് ഫെസിലിറ്റിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ, മാനുഫാക്ചറിങ് ഫെസിലിറ്റി പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് മാനുഫാക്ചറിങ് പ്രൊസീജിയറുകളൊക്കെ. ഇപ്പോൾ ഒരു കാർ കമ്പനിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അത് കൃത്യമായി മെഷീൻ റിലേറ്റഡ് ഓട്ടോമേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ടെക്നോളജീസ് നമുക്ക് കാണാൻ പറ്റും. മറ്റൊന്നാണ് 3D പ്രിന്റിങ്ങിന്റെ സാധ്യതകൾ. നമ്മൾ ഇന്ന് കാണുന്ന സാധാരണ പോളിമർ ബേസ്ഡ് ആയിട്ടുള്ള 3D പ്രിന്റിംഗിൽ നിന്ന് മാറി മെറ്റാലിക് പ്രിന്റിങ്ങിലേക്കും മിക്സഡ് ആയിട്ടുള്ള സെറാമിക് പ്രിന്റിങ്ങിലേക്കൊക്കെ പുതിയ ടെക്നോളജീസ് നമുക്ക് വരാൻ തുടങ്ങി. അത് ജ്വല്ലറികളുടെ മെഷീൻ ബേസ്ഡ് ആയിട്ടുള്ള കട്ടിങ് മുതൽ കാർഡുകളുടെ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള മാനുഫാക്ചറിംഗിലേക്ക് വരെ നമ്മൾ അതിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് റിയാലിറ്റി. അപ്പോൾ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് മാനുഫാക്ചറിംഗിലൊക്കെ ഒരുപാട് സാധ്യതകൾ പുതിയ കാലത്ത് ഓട്ടോമേഷൻ എഞ്ചിനീയേഴ്സിനൊക്കെ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയേഴ്സിനൊക്കെ പുതിയ കാലത്ത് ഉണ്ട് എന്നുള്ളത് ഒരു വലിയ റിയാലിറ്റി തന്നെയാണ്. മറ്റൊരു സംഗതിയാണ് എയറോസ്പേസ് എഞ്ചിനീയറിംഗ്. സാധാരണഗതിയിൽ നമ്മൾ കണ്ട എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ഒരു ലിമിറ്റേഷനിൽ നിന്ന് അത് കുറച്ചും കൂടെ എക്സ്പാൻഡ് ആയിട്ടുള്ള ഒരു ഔട്ടർ സ്പേസ് എക്സ്പ്ലോറേഷൻ്റെ സാധ്യതകൾ കൂടെ കണക്കിലെടുത്തിട്ട് സ്പേസ് ഷട്ടിലുകളുടെ, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ പോലുള്ള സംവിധാനങ്ങളുടെ, സാറ്റലൈറ്റുകളുടെ ഒക്കെ പ്രൊഡക്ഷനും അതിൻ്റെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഉള്ള ഒരു ബ്രോഡ് ഏരിയ എയറോസ്പേസ് എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട സംഗതികൾ, സ്പേസ് ഷട്ടിലുകളുടെ, റീയൂസബിൾ ലോഞ്ച് വെഹിക്കിളുടെ ഒക്കെ കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പം കൃത്യമായിട്ട് ഒരു അടയാളപ്പെടുത്തലിലുള്ള മറ്റൊരു ഏരിയ ആണ്. അതും നമുക്കറിയാം എയറോസ്പേസ് ഇൻഡസ്ട്രിയിൽ വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കാർബൺ എഫിഷ്യൻസി ഉള്ള രീതിയിൽ, അതായത് ലോ കാർബൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്രീനിഷ് ആയിട്ടുള്ള ടെക്നോളജീസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സാധാരണ റോക്കറ്റ് ലോഞ്ചിങ്ങിലൊക്കെ നമുക്കറിയാം ഒരുപാട് എൻവയോൺമെന്റൽ ഇമ്പാക്റ്റുകൾ അതിൻ്റെ എക്സോസ്റ്റ് എയർ പുറത്ത് വരുന്ന സമയത്തൊക്കെ കാണാറുണ്ട്. അതിന് മാറി പുതിയ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള റോക്കറ്റ് എഞ്ചിനുകളുടെ ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇസ്രോ തന്നെ
ഡെവലപ്പ് ചെയ്യുന്ന സ്ക്രാംജെറ്റ് എഞ്ചിൻ, പ്രത്യേകിച്ച് അറ്റ്മോസ്ഫിയറിലെ എയർ വലിച്ചടിച്ചിട്ട് പിന്നെ അതിനെ ബേസ് ചെയ്തിട്ട് മൂവ് ചെയ്യുന്ന റോക്കറ്റ് എഞ്ചിനുകൾ ഇന്ത്യ തന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതൊക്കെ എക്കണോമിക്കൽ ആവണം, അതോടൊപ്പം തന്നെ അത് പിന്നെ എൻവയോൺമെന്റൽ ഇമ്പാക്റ്റുകൾ മാക്സിമം കുറയുന്ന രീതിയിലുള്ള ഡിസൈനുകൾ വരിക, അല്ലെങ്കിൽ അത്തരം ഡെവലപ്മെന്റുകൾ വരിക എന്നുള്ളതൊക്കെ പുതിയ കാലത്ത് എയറോസ്പേസ് ഇൻഡസ്ട്രിയിലും കൂടെ ഉള്ള സാധ്യതകളിൽപ്പെട്ട ഒരു സംഗതിയാണ്. മറ്റൊരു സംഗതിയാണ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിന്റെ സാധ്യതകൾ. കൃത്യമായിട്ട് റോഡും റെയിൽ ട്രാൻസ്പോർട്ടും, ഇപ്പോൾ കേരളത്തിലാണെങ്കിലും നമുക്ക് സ്മാർട്ട് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ മെക്കാനിസംസ് ഒരുപാട് വന്നു തുടങ്ങി. ക്യാമറകൾ നമുക്കറിയാം, ഇപ്പം ട്രാൻസ്പോർട്ടേഷനിലൊക്കെ നമ്മൾ അതിന്റെ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ടുള്ള ക്യാമറ സിസ്റ്റംസ് ഒരുപാട് വന്നു കഴിഞ്ഞു. പിന്നെ കൃത്യമായിട്ട് റോഡ് റെയിൽ ട്രാൻസ്പോർട്ടേഷൻ ഡെവലപ്മെന്റ് വന്നു കഴിഞ്ഞു. അത് നമ്മൾ സാധാരണ ഒരു വളരെ പ്രിമിറ്റീവായിരുന്ന റെയിൽവേ സിസ്റ്റത്തിൽ നിന്ന് മാറി വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പിന്നെ പ്രത്യേകിച്ച് സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളൊക്കെ കൃത്യമായിട്ട് നമ്മുടെ നാട്ടിൽ അടക്കം വന്നു തുടങ്ങാനുള്ള മാറ്റങ്ങൾ വന്നു തുടങ്ങി. അപ്പോൾ ഇതൊക്കെ ഒരു ചേഞ്ചസിന്റെ ഭാഗമായിട്ട് ലോകതലത്തിൽ ഗ്ലോബലി നടക്കുന്ന എഞ്ചിനീയറിംഗ് ചേഞ്ചസിന്റെ ഭാഗമായിട്ട് നമ്മളിടയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾക്ക് ഒരുപാട് കരിയറും സാധ്യതകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഒരു വലിയ സത്യം എന്നുള്ളത്. അപ്പം കൃത്യമായിട്ട് അടുത്ത ലെവലിലുള്ള മറ്റൊരു സാധ്യതയാണ് ഓട്ടോമേറ്റീവ് ഇൻഡസ്ട്രി എന്നുള്ളത്. കാറുകളുടെ നമ്മൾ കൃത്യമായിട്ടുള്ള പിന്നെ വെഹിക്കിൾസിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള സംഗതി. ഇപ്പം നമുക്കറിയാം ഓട്ടോ ഡ്രൈവിംഗ് കാർ, സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ പുതിയ കാലത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കൃത്യമായിട്ട് പൈലറ്റ്ലെസ് ആയിട്ടുള്ള അൺമാനഡ് വെഹിക്കിൾസ് പുതിയ കാലത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഡെവലപ്മെന്റ്സ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. 2030 ആകുമ്പോഴൊക്കെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ 3 ലക്ഷത്തിലധികം ജോലി സാധ്യതകളാണ് നമ്മൾ ഓഫർ ചെയ്യപ്പെടുന്നത് പലപ്പോഴും. അപ്പോൾ അതൊക്കെ ക്രിയേറ്റീവായിട്ട് ആ ഏരിയയിൽ സ്കില്ലുള്ള എഞ്ചിനീയേഴ്സിന് കൃത്യമായ സാധ്യതകൾ ഈ മേഖലകളിലൊക്കെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. മറ്റൊരു ഏരിയയാണ് ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി. നമുക്കറിയാം കൃത്യമായിട്ട് പുതിയ കാലത്ത് ഷെൽ ഗ്യാസ് ഒക്കെ വന്ന സമയത്ത് നമ്മൾ പെട്രോളിയം ഫ്യൂവൽസ് നിന്ന് മാറി പ്രത്യേകിച്ചും ഈ ഗ്യാസ് എക്സ്പ്ലോറേഷനൊക്കെ പുതിയ കാലത്ത് പിന്നെ ഒന്നുകൂടെ ആക്റ്റീവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഫോസിൽ ഫ്യൂവൽസ് എന്നുള്ളത് പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഗതി ആയതുകൊണ്ട് തന്നെ അതിന് വളരെ സസ്റ്റൈനബിൾ ആയിട്ട് കൺസ്ട്രക്റ്റീവായിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് കൺട്രീസിലൊക്കെ അതിൻ്റെ സാധ്യതകൾ ഒരുപാട് നമ്മൾ കാണുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയയാണ് ന്യൂക്ലിയർ എനർജിയുമായി ബന്ധപ്പെട്ടിട്ട്. നമുക്കറിയാം പവർ എന്നുള്ളത് അല്ലെങ്കിൽ എനർജി എന്നുള്ള സംഗതിക്ക് നമുക്ക് ഇലക്ട്രിക്കൽ എനർജിയെക്കാളും കൂടുതൽ ഒരു പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി പിന്നെ ന്യൂക്ലിയർ എനർജി തന്നെയാണ്. പലപ്പോഴും സ്റ്റോറേജ് ഓഫ് പിന്നെ എനർജി എന്നുള്ളത് പുതിയ കാലത്ത് ഒരു വലിയ ചലഞ്ചാണ് ശരിക്കും ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ കേസിലൊക്കെ. ബാറ്ററീസിന്റെ ഡെവലപ്മെന്റിലൊക്കെ ഉള്ള ചില ഒരു സാധ്യതകളുടെ കുറവുണ്ട്. പക്ഷെ അത് ഒരേ സമയം ആ ഒരു മേഖലയിലുള്ള വളർച്ചക്കൊപ്പം തന്നെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സോഴ്സ് ഓഫ് എനർജി, ഉദാഹരണത്തിന് ന്യൂക്ലിയർ പവറൊക്കെ പോലുള്ള സംഗതികൾ നമ്മൾ പുതിയ കാലത്ത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ഏരിയകൾ പ്രത്യേകിച്ച് നമ്മൾ വിശേഷ പറയുകയാണെന്നുണ്ടെങ്കിൽ എയറോസ്പേസ്, എയറോനോട്ടിക്കൽ അല്ലെങ്കിൽ ബയോമെഡിക്കൽ ആയിട്ടുള്ള സിവിൽ സ്ട്രക്ചറലായിട്ടുള്ള പ്രൊഡക്ഷൻ ഏരിയയിൽ പിന്നെ അതുപോലെ എനർജി അല്ലെങ്കിൽ പവർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സാധ്യതകൾ പുതിയ കാലത്ത് ഉണ്ട് എന്നുള്ളത് വലിയൊരു റിയാലിറ്റി തന്നെയാണ്. അപ്പോൾ ഇതിൽ ഏത് ഏരിയയിൽ നമ്മൾ പോയി കഴിഞ്ഞാലും അതിൽ നമുക്ക് സ്കില്ലുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ജോലി സാധ്യതകൾ ആ മേഖലയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതിന് വേണ്ട ക്രിയേറ്റിവിറ്റിയും അതിന് വേണ്ട ടെക്നിക്കൽ നോളജും അതിന് വേണ്ട സോഫ്റ്റ് സ്കില്ലുകളും നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ആരെങ്കിലും നിങ്ങളുടെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാൾ വെറുതെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, അയാൾക്ക് ഒരു എഞ്ചിനീയർക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള സ്കില്ലുകൾ ഇല്ല എന്നുള്ളത്. രണ്ടാമതായിട്ട് അയാൾ അതിനെക്കുറിച്ച് പാഷനേറ്റ് അല്ല എന്നുള്ളത്. എന്നാൽ കൃത്യമായിട്ട് പാഷനേറ്റ് ആയ കൃത്യമായ എഞ്ചിനീയറിംഗ് സ്കില്ലുള്ള ഒരാൾ പോലും പുതിയ കാലത്ത് എഞ്ചിനീയറിംഗ് ജോബിൽ നിന്ന് മാറി നിൽക്കുന്നില്ല എന്നുള്ളതൊരു വലിയ റിയാലിറ്റി തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല എഞ്ചിനീയർമാരെ പുതിയ കാലത്ത് ആവശ്യമുണ്ട്. സ്കിൽഡ് എഞ്ചിനീയേഴ്സിനെ കൃത്യമായി നല്ല പാക്കേജ് കൊടുക്കാൻ ഒരുപാട് കമ്പനികൾ മുന്നോട്ട് വരുന്നുണ്ട്, പബ്ലിക് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലുമായിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ലോകത്ത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല എഞ്ചിനീയേഴ്സ് വളർന്നു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, എന്ന് നമുക്ക് ആശംസിക്കാം. താങ്ക് യു.